എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കയടയാണ് തയ്യാറാക്കുന്നത്. കൂഴച്ചക്ക വെച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ദിവസം അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അട ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും ഇത് നഷ്ടപ്പെടാതെ ഉപയോഗിക്കാവുന്നതാണ്. വരിക്കച്ചക്ക കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് വേവിച്ചിട്ടൊക്കെ വേണം നമുക്ക് അട ഉണ്ടാക്കാൻ. അപ്പോൾ കൂഴച്ചക്ക കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് അട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് വളരെയേറെ ഗുണങ്ങളുള്ളതുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ചക്കയെന്ന് മുറിക്കാം. കൂഴച്ചക്കയാണ് നമ്മൾ അടയുണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു മീഡിയം സൈസ് ചക്കയാണ്. ഇനി ഇതിൻ്റെ ചോളയൊക്കെ പറിച്ചിട്ട് നമുക്ക് കുരു മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ചോള പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചേർക്കാനുള്ള ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പോൾ 1/2 കിലോ ശർക്കര സോസ് പാനിലേക്ക് ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചിട്ട് ഉരുക്കാം. ഒത്തിരി ഇത് കുറുകൊന്നും വേണ്ട, കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടയ്ക്ക് വേണ്ട മറ്റ് ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 400 ഗ്രാം ഗോതമ്പ് പൊടി, 100 ഗ്രാം അപ്പപ്പൊടി, 100 ഗ്രാം പുട്ടുപൊടി, പിന്നെ 100 ഗ്രാം തന്നെ റവയും വേണം. ഇനി 3 ടീസ്പൂണോളം ഏലക്കയും ജീരകവും പൊടിച്ചത്, ഇത് നമ്മളൊന്ന് വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഈ ചക്കയിലേക്ക് തേങ്ങ ചിരണ്ടിയത് ആദ്യം ചേർക്കുവാണ്. പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കണം. അരിച്ച് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ കാണും. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. ഗോതമ്പ് പൊടി, അപ്പപ്പൊടി, പുട്ടുപൊടി, റവ ഇതെല്ലാം നമ്മൾ ചേർക്കണം. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർക്കുവാണ്. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് തിരുമ്മി യോജിപ്പിക്കണം.
തിരുമി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ നമ്മൾ ഇടന ഇലയും വാഴയിലയും എടുത്തിട്ടുണ്ട്. ഇടന ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് നല്ല മണവും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇടന ഇല ഇല്ലെങ്കിൽ നമുക്ക് വാഴയില വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. വാഴയില ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ്. അടുപ്പിൽ കാണിച്ച് നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കുവാണ്. ഇനി ഇതിൽ അപ്പത്തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇല നമ്മൾ കുമ്പിള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വാഴയിലയിലും ഉണ്ടാക്കാം. എല്ലാം ഉണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിടാം. ഇനി തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്